ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് അനദർ ന്യൂ എപ്പിസോഡ് ഓഫ് ടെക്ടോസ് ബൈ ആർജെ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു അൺബോക്സിങ് കം ഒരു റിവ്യൂ വീഡിയോ ആണ്. അസൂസിൻ്റെ ഒരു ലാപ്ടോപ്പിൻ്റെ റിവ്യൂ ആണ്. നിങ്ങൾക്കെല്ലാം തമ്മിലിൽ നിന്ന് മനസ്സിലായിട്ടുണ്ടാവും ഏതാണ് മോഡലെന്നും ഏതാണ് ലാപ്പെന്നും. ഇതൊരു ഗെയിമിംഗ് ലാപ്ടോപ്പാണ്. വിവോക്ക് സീരീസിൻ്റെ തന്നെ ഗെയിമിംഗ് മോഡലായിട്ടുള്ള അസൂസ് വിവോബുക്ക് എന്ന് പറയുന്ന മോഡലാണ്. അപ്പം ഇതിൻ്റെ മോഡൽ നമ്പർ കാര്യങ്ങളെല്ലാം കാണിച്ചു തരാം. മോഡൽ നമ്പർ വരുന്നത് F571, നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്ന ഒരു മിനിറ്റ്, F571g എന്ന് പറയുന്ന മോഡലാണ്. റേറ്റ് വരുന്നത് 68,990 റുപ്പീസാണ് മാക്സിമം റീറ്റെയിൽ പ്രൈസ്. ബട്ട് ഇപ്പോൾ ഓൺലൈൻ നോക്കുകയാണെങ്കിൽ ഒരു 50 to 55 ഇടയിൽ എപ്പോഴും കാണാൻ സാധിക്കുന്നതാണ്. ഒരു 50 അണ്ടറിലൊക്കെ ഇടയ്ക്ക് പോകാറുണ്ട്. കാരണം നമ്മുടെ സെയിൽസ് എല്ലാം ഫ്ലിപ്കാർട്ടിൻ്റെ സെയിൽസ് എല്ലാം വരുമ്പോൾ നമുക്ക് അതിന് താഴെ നമുക്ക് അവൈലബിൾ ആയിട്ട് ഈ ഒരു ലാപ്ടോപ്പ് കിട്ടുന്നതാണ്. അപ്പോൾ ഈ ലാപ്ടോപ്പിൻ്റെ പ്രത്യേകത പറയുകയാണെങ്കിൽ ഇതൊരു ഗെയിമിംഗ് ലാപ്ടോപ്പാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പം ഏത് തരത്തിലുള്ള ആളുകളാണ് ഈ ലാപ്ടോപ്പ് വാങ്ങേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഹൈ എൻഡ് പെർഫോമൻസ് എക്സ്പെക്റ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് ഈ ഒരു ലാപ്ടോപ്പ് ആയിരിക്കും. ഒരു 50,000 റുപ്പീസ് മാത്രം ബഡ്ജറ്റുള്ള ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് മേടിക്കാൻ കഴിയുന്ന ഒരു ലാപ്ടോപ്പാണ് ഈ അസൂസ് വിവോബുക്ക് ഗെയിമിംഗ്. അതായത് ആ ഒരു പ്രൈസിന് കിട്ടാവുന്നത് വെച്ച് മാക്സിമം ബെസ്റ്റ് ലാപ്പ് എന്ന് തന്നെ പറയാം. ഞാൻ പറയുന്നത് 50യുടെ അണ്ടറിലാണ്. ഒരിക്കലും 50യുടെ മേലെ ബഡ്ജറ്റുള്ള ഒരാൾ, 55,000 ബഡ്ജറ്റൊക്കെ ഉള്ള ആൾക്കാർക്കാണെങ്കിൽ വേറെ മോഡൽസൊക്കെ അവൈലബിൾ ഉണ്ട്. അതുമായിട്ട് ഇതൊന്ന് കമ്പയർ ചെയ്തിട്ട് വാങ്ങണം. കാരണം വെയിറ്റ് അല്ല, ഒരു കോമ്പാക്റ്റ് ആയിട്ട് നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്ന ഒരു ലാപ്ടോപ്പൊക്കെ അന്വേഷിക്കുന്നവർക്കാണെങ്കിൽ ഈ ഒരു ലാപ്ടോപ്പ് ബെസ്റ്റാണ്. നമുക്ക് കൂടുതൽ വിശേഷങ്ങളിലേക്ക് കിടക്കാം. അതിന് മുമ്പായിട്ട് നമുക്കൊന്ന് അൺബോക്സ് ചെയ്തിട്ട് നമുക്ക് വിശേഷങ്ങളിലേക്ക് കിടക്കാം. അതിന് മുമ്പായിട്ടൊരു സോറി പറയാം. കാരണം അൺബോക്സ് ചെയ്യാനും എല്ലാം ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. അപ്പോൾ ഒരു കൈ കൊണ്ട് വേണം അൺബോക്സ് ചെയ്യാൻ. അതുകൊണ്ട് സഹായത്തിന് വേറെ ആളില്ലാത്തതുകൊണ്ടാണ്. പിന്നെ ക്യാമറയുടെ ക്വാളിറ്റിയും ചെറിയൊരു കോംപ്രമൈസ് ചെയ്തിട്ടുണ്ട്. കാരണം ട്രൈപ്പോഡോ കാര്യങ്ങളൊന്നും ഇപ്പോൾ കയ്യിലില്ല. ഞാനിപ്പോൾ ഉള്ളത് മംഗലാപുരത്താണ്. അതുകൊണ്ട് തന്നെ ട്രൈപ്പോഡും കാര്യങ്ങളൊന്നും കയ്യിലില്ല. വീട്ടിലെത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതുപോലെയുള്ള വീഡിയോസ് എടുക്കാം. പക്ഷേ അത് ഒരുപാട് വൈകും എന്നുള്ളതുകൊണ്ട് ഞാനിപ്പം ഇങ്ങനെ തന്നെ വീഡിയോ എടുക്കുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് നേരെ അൺബോക്സിങ്ങിലേക്ക് എടുക്കാം. ഇതുപോലെ ഒരു കവറിൽ തന്നെയാണ് വരുന്നത്. ഞാൻ അൺബോക്സ് ചെയ്തതാണ്. എന്നിരുന്നാലും അൺബോക്സ് ചെയ്യുന്ന പോലെ തന്നെ എല്ലാം പഴയ പോലെ തന്നെ വെച്ചിട്ടാണ് ഇപ്പോൾ അൺബോക്സ് ചെയ്യുന്നത്. ആദ്യം തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്ന ലാപ്ടോപ്പാണ് നമ്മുടെ. നമുക്ക് ലാപ്ടോപ്പ് മാറ്റി എന്തെല്ലാം കൂടെ ലഭിക്കുന്നുണ്ടെന്ന് നോക്കിയതിന് ശേഷം ലാപ്ടോപ്പിലേക്ക് വരാം. അപ്പം ഫസ്റ്റ് കിട്ടുന്ന കുറച്ച് പേപ്പർ വർക്ക്സാണ്. പേപ്പർ വർക്ക്സിൻ്റെ അകത്ത് ഇതിൻ്റെ അകത്ത് ഇപ്പോൾ മെയിൻലി പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലാപ്ടോപ്പ് വാങ്ങിയതിന് ശേഷം 3 മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് കുത്തിവെച്ച് ചാർജ് ചെയ്യുക, അതിന് ശേഷം മാത്രം ഉപയോഗിക്കുക എന്നുള്ളൊരു വാർണിംഗ് മെസ്സേജും, പിന്നെ നമ്മുടെ രജിസ്ട്രേഷൻ എങ്ങനെയാണ് ഓൺലൈൻ രജിസ്ട്രേഷൻ ചെയ്യേണ്ടത്, അതായത് ഇപ്പോൾ വാറണ്ടി എല്ലാം ഓൺലൈൻ അല്ലേ, അപ്പോൾ അതിൻ്റെ രജിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെയാണ്. പിന്നെ ഇതിൻ്റെ ബില്ല് ഞാനെടുത്ത് ഇതിൻ്റെ അത് സൂക്ഷിച്ച് വെച്ചതാണ്. ബില്ലിലും എമൗണ്ട് 53,000 ഞാൻ വാങ്ങിയത്. എനിക്ക് വളരെ അത്യാവശ്യമായിട്ട് ഉടനെ തന്നെ ലാപ്ടോപ്പ് ആവശ്യമുള്ളത് കൊണ്ടാണ് പെട്ടെന്ന് ഞാൻ എടുത്തത്. അല്ലെങ്കിൽ ഒരു 50,000 റുപ്പീസിനൊക്കെ നമുക്ക് ലഭിക്കാവുന്ന ഒരു ലാപ്ടോപ്പാണ്. 3,000 ലാഭത്തിനെല്ലാം നമുക്ക് ഫ്ലിപ്കാർട്ടിൻ്റെ ആമസോണിൻ്റെ സെയിൽസിൻ്റെ ടൈമിൽ കിട്ടുന്നതാണ്. പിന്നെ ഒരു ചാർജിങ്ങിന് ഉപയോഗിക്കുന്ന ഒരു അഡാപ്റ്റർ കേബിൾ, ചാർജിങ് കേബിളാണത്. പിന്നെ അഡാപ്റ്റർ ഇവിടെ ഉണ്ട്. ഇതാണ് അതിൻ്റെ അഡാപ്റ്റർ. ഗൈസ്, അഡാപ്റ്റർ വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയില്ല. 150 വാട്ട്സ് ചാർജറാണ് ഇത് വരുന്നത്. ഇതെന്ന് പറഞ്ഞാൽ ഫാസ്റ്റ് ചാർജറാണ്. നമുക്കിവിടെ ശ്രദ്ധിക്കാം. ഫോക്കസ് ഓക്കെ, 150 വാട്ട്സ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടോയെന്ന് അറിയില്ല. 150 വാട്ട്സാണ് ഇതിൻ്റെ ചാർജർ വരുന്നത്. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ബോക്സിൽ ലഭിക്കുന്നത്. നമുക്ക് ബോക്സും ചാർജറും എല്ലാം മാറ്റി വെക്കാം. ഓക്കെ, ഞാനിത് അൺബോക്സ് ചെയ്യുന്നത് കണ്ടിട്ട് ഞാൻ ഇത്ര റഫ് യൂസാണ് ഈ ലാപ്പ് ചെയ്യുന്നതെന്ന് വിചാരിക്കരുത്. ഒറ്റ കൈ കൊണ്ട് അൺബോക്സ് ചെയ്യേണ്ടതുകൊണ്ടാണ് ഇങ്ങനെയെല്ലാം ചെയ്തത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ലാപ്ടോപ്പ് വരുന്നത്. അസൂസ് ഒരു പ്രീമിയം ക്വാളിറ്റി ഉള്ള ഒരു ലാപ്പ് തന്നെയാണ്. നമുക്ക് ആദ്യം തന്നെ ലാപ്ടോപ്പ് എടുത്ത് നേരെ വെക്കുമ്പോൾ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നത് ഇതിൻ്റെ എയർ വെൻസ് ആണ്. ബാക്കിൽ 2 എയർ വെൻസ് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം. ഡ്യുവൽ ഫാൻ മെക്കാനിസമാണ് വരുന്നത്. അപ്പോൾ ഡ്യുവൽ ഫാൻ ഉള്ളതുകൊണ്ട് തന്നെ അത് നമ്മൾ ഗെയിമിംഗ് ലാപ്പിനെല്ലാം സാധാരണയായിട്ട് കണ്ടുവരുന്നൊരു സംഭവമാണ് ഡ്യുവൽ ഫാന്. അപ്പം ഈ ഡ്യുവൽ ഫാനും ബാറ്ററിയൊക്കെ വരുന്നതുകൊണ്ടാണ് ഈ ലാപ്ടോപ്പിന് അത്ര ഒരു വെയിറ്റ് ഫീൽ ചെയ്യുന്നത്. ബട്ട് ഈ ഒരു ലാപ്ടോപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കൈ കൊണ്ട് തന്നെ, നമുക്ക് സാധാരണ അറിയാം ഗെയിമിംഗ് ലാപ്ടോപ്സ് ഒരു കൈ കൊണ്ട് പൊക്കുക എന്ന് വെച്ചാൽ കുറച്ച് കഴിയുന്നത് തന്നെയാണ്.
ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി കോമ്പാക്റ്റ്. നിങ്ങളിപ്പം ഈ ഒരു ലാപ്ടോപ്പ് ഈ ഒരു വീഡിയോ കാണുമ്പോൾ കുറച്ചുകൂടി വലിപ്പം ഫീൽ ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാം. കാരണം എന്ന് വെച്ചാൽ ഞാൻ ഈ ലാപ്പ് വാങ്ങുന്നതിന് മുമ്പായിട്ട് ഒരുപാട് വീഡിയോസ് ഞാനിതിന് ഈ ലാപ്ടോപ്പുമായി ബന്ധപ്പെട്ട് കുറേ വീഡിയോസ് ഞാൻ കണ്ടിരുന്നു. അന്നേരം എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം, ഞാനിത് കാണുമ്പം എനിക്ക് തോന്നി ഇത് കുറച്ചുകൂടി വലിപ്പം ഉണ്ടാകും എന്നാണ് ഞാൻ വീഡിയോസിൽ കണ്ടപ്പോൾ എനിക്ക് ഫീൽ ചെയ്തത്. പക്ഷേ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിപ്പം ഒരു ഗെയിമിംഗ് ലാപ്ടോപ്പിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വലിപ്പം തീരെ കുറവാണ്. കാരണം സാധാരണ ഗെയിമിംഗ് ലാപ്ടോപ്പ് എല്ലാം വരുന്നത് 2.5 kg മേളിലേക്കാണ് വെയിറ്റ് വരുന്നത്. ഇതുവരെ പറയുന്നത് 2 kg എന്ന് പറയാം. ഒരു 100 grams കൂടി എക്സ്ട്രാ വരുന്നുണ്ട്, അത് നമുക്ക് നെഗ്ലക്റ്റ് ചെയ്യാം. 2 kg എന്ന് തന്നെ വേണേൽ പറയാം. അപ്പോൾ നമുക്ക് തുറന്നു നോക്കാം. ആദ്യം തന്നെ തുറന്നിട്ട് ബാക്കി വിശേഷങ്ങൾ പറയാം. ഒരു മിനിറ്റ് കേസ്. ഓക്കെ, എല്ലാം പഴയ പോലെ ആക്കി വെച്ചതാണ്, ഞാൻ യൂസ് ചെയ്തിട്ട് വെച്ചേക്കുന്നതാണ് ആദ്യം പറയാം. ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ ലാപ്പ് വരുന്നത്. നമുക്ക് നോക്കിയാൽ കാണാം. നമുക്ക് ഇതിൻ്റെ ഓരോരോ ഫീച്ചറായിട്ട് എടുത്തെടുത്ത് പറയാം. അതിന് തന്നെ പറയാനുള്ളത് i5 പ്രോസസ്സറാണ് വരുന്നത്. i5-ൻ്റെ 8th Gen പ്രോസസ്സർ. അതുപോലെ തന്നെ NVIDIA-യുടെ ഗ്രാഫിക്സ് കാർഡും എക്സ്ട്രാ വരുന്നുണ്ട്. അപ്പം അതെന്ന് പറയുന്നത് 4GB ഗ്രാഫിക്സ് കാർഡാണ്. GTX 1650 ഗ്രാഫിക്സ് ആണ്. ഓൾമോസ്റ്റ് ഒരു ലേറ്റസ്റ്റ് മോഡൽ തന്നെയാണ് ഗ്രാഫിക്സ് വരുന്നത്. പിന്നെ ഇവിടെ എഴുതിയേക്കുന്നത് കാണാം, നാനോ എഡ്ജ് ഡിസ്പ്ലേ നാനോ എഡ്ജ്, അധികം ബെസൽസ് ഒന്നും ഇല്ലാത്തൊരു ഡിസ്പ്ലേ ആണ്. പിന്നെ ഡിസ്ക്രീറ്റ് ഗ്രാഫിക്സ്, ഡ്യുവൽ ഫാൻ മെക്കാനിസം വരുന്നുണ്ട്, കൂളിംഗ് ഒക്കെ ഉണ്ടാവും. അപ്പം ഇതാണ് ഒരു ഓവറോൾ ലുക്ക് വരുന്നത് ഇതിൻ്റെ. അപ്പോൾ നമുക്ക് ഈ ഒരു ലാപ്ടോപ്പ് ഓണാക്കാം. അപ്പോൾ ഓണാക്കുന്നതിന് മുമ്പ് പറയേണ്ട ബാക്കിയുള്ള സവിശേഷതകൾ പറയേണ്ടത് ഉണ്ട്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് വരുന്നത് 512 GB SSD സ്റ്റോറേജാണ് ഈ ഒരു ലാപ്ടോപ്പിന് വരുന്നത്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു 150 വാട്ടിൻ്റെ ചാർജറാണ് വരുന്നത്. ഒരു ഫാസ്റ്റ് ചാർജറാണ്. നോർമൽ ലാപ്ടോപ്പിനൊക്കെ വരുന്ന ചാർജേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 75 ഗ്രാമും കാര്യങ്ങളൊക്കെ മാത്രമാണ് വരുന്നത്. 75 വാട്ടൊക്കെയാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ ഒരു ലാപ്പിൻ്റെ ഓണാകുന്നത്, അതായത് ബൂട്ട് ചെയ്യുന്നതിൻ്റെ സ്പീഡൊന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. ആദ്യം തന്നെ ഞാനിതൊരു ടൈമർ ഓണാക്കാൻ വെച്ചിട്ടുണ്ട്. ഒറ്റ കൈയുള്ളൂ, ചെറിയ വ്യത്യാസം വരാം ടൈമറിന്. ഓക്കെ, അപ്പം ഞാൻ ഓണാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പം ഇതിനകത്ത് കാണിച്ച് കുറച്ച് കയറിപ്പോയി, എന്നാലും ഒരു 10 സെക്കൻഡാണ് നമുക്ക് ഇതിൻ്റെ ടൈം വരുന്നത്. നമുക്ക് ഓണാക്കാൻ എടുക്കുന്ന സമയം വരുന്നത് 10 സെക്കൻഡാണ് എനിക്ക് ഇവിടെ വന്നത്. പക്ഷേ ഇതിൻ്റെ സൈറ്റിലും കാര്യങ്ങളെല്ലാം കൊടുത്തേക്കുന്നത് 8 സെക്കൻഡാണ്. ചെറിയൊരു വേരിയേഷൻ, ഞാനത് ഓണാക്കാനും ഓഫാക്കാനും വൈകിപ്പോയിൻ്റെ ചെറിയൊരു വേരിയേഷൻ വന്നിട്ടുണ്ടാകും. നമുക്കിത് എത്രത്തോളം ഫാസ്റ്റാണ് ഇതിൻ്റെ ഫിംഗർ പ്രിൻറ്റ് എന്നും കൂടി ഈ ഒരു വീഡിയോ തന്നെ അപ്പോൾ തന്നെ ടെസ്റ്റ് ചെയ്യാം. നിങ്ങൾക്ക് ഇപ്പോൾ കാണാം, ഞാൻ വെക്കാൻ നോക്കുന്നേ ഉള്ളൂ. ഓക്കെ, ഒന്ന് ഫോക്കസ് ചെയ്തേക്കാം. ഓക്കെ, കണ്ടില്ലേ, ഒന്ന് ഞെക്കി ഒന്ന് എടുത്തു, ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്തെടുത്തപ്പോൾ തന്നെ നമുക്ക് ഈ ഒരു ലാപ്ടോപ്പ് ഓൺ ആയിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ള വിശേഷങ്ങൾ കൂടി പറയേണ്ടതുണ്ട്. അപ്പം നമുക്ക് ഓണാക്കിയതിന് ശേഷം ആദ്യം പറയാനുള്ളത് ഇതിൻ്റെ കീബോർഡാണ്. എൻ്റെ പഴയ കീബോർഡിൽ ഞാൻ നേരിട്ട ഒരു വലിയ പ്രശ്നമായിരുന്നു ഇതിൻ്റെ ലൈറ്റ് ഇല്ലാതെ ഒരു പ്രശ്നം. ബാക്ക് ലൈറ്റ് കീബോർഡാണ് ഇതിൻ്റെ വരുന്നത്. അപ്പം പഴയ ലാപ്പിന് ബാക്ക് ലൈറ്റ് കീബോർഡ് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ നൈറ്റ് വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരുപാട് യൂസ്ഫുള്ളാണ് ഇങ്ങനെ ഒരു ബാക്ക് ലൈറ്റ് കീബോർഡ് ഉണ്ടെങ്കിൽ. കേട്ടില്ലേ, നമുക്ക് ഇങ്ങനെ ലൈറ്റ് വരും, അതുകൊണ്ട് നമുക്ക് യൂസ് ചെയ്യാം. ലോ, മീഡിയം, ഹൈ അങ്ങനെ 3 ഇതാണുള്ളത്, മോഡാണുള്ളത് ലൈറ്റിന്. അപ്പം സ്ക്രീൻ ബ്രൈറ്റ്നസ് ഫുള്ളാണ് ഇപ്പോൾ. അപ്പം ഇതിൻ്റെ ഡിസ്പ്ലേയുടെ കാര്യം പറയുകയാണെങ്കിൽ വൺ ഓഫ് ദി ബെസ്റ്റ് ഡിസ്പ്ലേ തന്നെ പറയാം. അസൂസ് കൊടുത്തിരിക്കുന്ന വൺ ഓഫ് ദി ബെസ്റ്റ് ഡിസ്പ്ലേ തന്നെയാണ് ഇത്. ഇത് വരുന്നത് ഫുൾ HD ഡിസ്പ്ലേ ആണ്. 4K വീഡിയോസ് എല്ലാം പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ വേണമെങ്കിൽ ഒരു 4K വീഡിയോ റൺ ചെയ്ത് കാണിച്ചു തരാം. ഇത് ഞാൻ തന്നെ എൻ്റെ ഒരു ഫോണിലെടുത്തൊരു വീഡിയോ ആണ്, ഒരു 4K വീഡിയോ ആണ്. നിങ്ങൾ ഫോണിൽ എത്രത്തോളം കാണുന്നുണ്ടെന്നറിയില്ല. 60 ഫ്രെയിം പെർ സെക്കൻഡിൻ്റെ ഒരു വീഡിയോ ആണ്. നല്ല സ്മൂത്തായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. ഒരു പ്രശ്നം തന്നെ ഈ ഒരു വീഡിയോ പ്ലേ ചെയ്യുന്നതിൽ കാണുന്നില്ല. അടിപൊളിയായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതാണ് 4K വീഡിയോസ് എല്ലാം അങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ സ്റ്റുഡിയോ വർക്ക്സിന് വേണ്ടിയിട്ടാണ് മെയിൻലി ഈ ഒരു ലാപ്ടോപ്പ് ഇപ്പോൾ പർച്ചേസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് പ്രീ ഇൻസ്റ്റാൾഡ് ആയിട്ടൊരു ആപ്ലിക്കേഷൻ കാണാം. ഈ ആപ്ലിക്കേഷൻ്റെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. അതുപോലെ തന്നെ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂവും കാര്യങ്ങളും ഞാൻ വേറൊരു എപ്പിസോഡായിട്ട് ചെയ്യുന്നതായിരിക്കും. കാരണം ലെങ്ത്ത് ഒരുപാട് കൂടിപ്പോകുന്നതുകൊണ്ടാണ്. അപ്പം ഇതിൻ്റെ അകത്ത് നമുക്ക് നമ്മുടെ അസൂസ് സ്ക്രീനുമായിട്ട് കണക്റ്റ് ആക്കാൻ വേണ്ടി സാധിക്കും.
മൊബൈലുമായിട്ട് കണക്റ്റ് ആക്കാൻ വേണ്ടി സാധിക്കും. ഇപ്പോൾ ഈ മൊബൈലിൽ എടുത്തുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് ഞാൻ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പിന്നെ പറയാം. വേറൊരു ഫോൺ കൂടെ കിട്ടുന്ന സമയത്ത് നമുക്ക് ഈ ഒരു പരിപാടിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാം. കാരണം രണ്ട് ഇതാണുള്ളത് ഇതിൻ്റെ അതും, ഒന്ന് മിററിങ്ങും ഒന്ന് സ്ക്രീൻ എക്സ്റ്റൻഡറും. മിററിംഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഫോണിൻ്റെ വിഷ്വൽസ് ഇവിടെ ഇത് ഓണാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ മൊബൈൽ നമുക്ക് ഈ ലാപ്പ് ഉപയോഗിച്ച് കൺട്രോൾ ചെയ്യാൻ വേണ്ടി സാധിക്കും. പാസ്വേഡും എല്ലാം അടിച്ച് നമുക്ക് ഓണാക്കാനും ഓഫ് ചെയ്യാനും എല്ലാം സാധിക്കും. ഒരു വൈഫൈ റേഞ്ചിൽ ഇരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ സ്ക്രീൻ എക്സ്റ്റൻഡർ, ഇത് പലർക്കും അറിയാവുന്ന ഒരു കാര്യമായിരിക്കും. നമുക്ക് ഇപ്പം ചില സിനിമയിലൊക്കെ കാണുവാണെങ്കിൽ കാണാം, ഇപ്പം ഒരു വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു സ്ക്രീന് ഇപ്രവശത്ത്, അതായത് ഇങ്ങനെ ഒരു സ്ക്രീൻ ഉണ്ടാവും, വേറെ സ്ക്രീൻ ഇവിടെ ഉണ്ടാവും, വേറെ സ്ക്രീൻ മുകളിലുണ്ടാവും. അപ്പോൾ നമുക്ക് ഡ്രാഗ് ചെയ്ത് ഒരു വിൻഡോനെ എടുത്ത് മുകളിലെ സ്ക്രീനിലിടാം, ഒരു വിൻഡോനെ എടുത്ത് സൈഡിലെ സ്ക്രീനിലിടാം, എന്നിട്ട് എല്ലാം കൂടി ഒരുമിച്ച് വർക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും. അതേപോലെ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് നമുക്ക് സ്ക്രീൻ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നൊരു സംഗതിയാണ് ഈ സ്ക്രീൻ എക്സ്റ്റെൻഡർ എന്ന് പറയുന്നത്. മൊബൈൽ ഇവിടെ വെക്കുക, നമുക്കിപ്പോൾ ഈ സ്ക്രീന് ഇവിടെ നിന്ന് പിടിച്ചിങ്ങനെ ഡ്രാഗ് ചെയ്ത് ഈ സൈഡിലെത്തുമ്പോഴത്തേനും അത് ഈ മൊബൈലിൽ ഡിസ്പ്ലേ ആവും, ആ മൊബൈലിലേക്ക് കയറ്റി വെക്കുക. അതൊക്കെ നമുക്ക് വരും വീഡിയോസിൽ നമുക്ക് പറയാം. അപ്പം ബാക്കിയുള്ള ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ബാറ്ററിയുടെ നോക്കാം. ബാറ്ററിയുടെ എന്ന് പറഞ്ഞാൽ 3 ഫീച്ചേഴ്സാണുള്ളത്. ഒന്ന് ഫുൾ കപ്പാസിറ്റി മോഡ്. ഫുൾ കപ്പാസിറ്റി മോഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പം നമ്മളിപ്പോൾ ഓഫീസ് വർക്ക് യൂസ് ചെയ്യുന്ന ഒരു ലാപ്ടോപ്പാണ്, അതുപോലെ തന്നെ നമുക്ക് നാളെ ഒരു സെമിനാറോ കാര്യങ്ങളൊക്കെ ഉണ്ട്, അങ്ങനെയൊക്കെ പോകേണ്ട സാഹചര്യത്തിൽ നമുക്ക് ഫുൾ കപ്പാസിറ്റി മോഡിലിടാം. അങ്ങനെ ഇടുകയാണെങ്കിൽ 100% ചാർജ് ലാപ്പിൽ എപ്പോഴും നിൽക്കുന്നതാണ്. അതുപോലെ തന്നെ ബാലൻസ്ഡ് മോഡ് എന്ന് പറഞ്ഞാൽ 80% ചാർജ് മാത്രമേ നമ്മുടെ ലാപ്ടോപ്പിൽ കയറുകയുള്ളൂ. അതിനുശേഷം നമ്മൾ ലാപ്ടോപ്പിൽ ചാർജർ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ബാറ്ററി മോഡിലായിരിക്കില്ല ലാപ്ടോപ്പ് പ്രവർത്തിക്കുന്നത്, പകരം കട്ട് ഓഫ് ആയിട്ട് ചാർജിങ് മോഡിലായിരിക്കും ലാപ്ടോപ്പ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് ബാറ്ററി നമ്മൾ സേവ് ചെയ്ത് അവിടെ 60% അല്ല 80% അവിടെ വെക്കും, ബാക്കി കറണ്ടിൽ ലാപ്ടോപ്പ് പ്രവർത്തിക്കും. നമ്മൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ ടാസ്ക് ബാറ്ററിയിൽ കറണ്ടിൽ പ്രവർത്തിക്കും. അതുപോലെ തന്നെ മാക്സിമം ലൈഫ് സ്പാൻ മോഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് 60% ചാർജ് മാത്രമേ നമ്മുടെ ലാപ്പിൽ കിട്ടുകയുള്ളൂ, ബാക്കി 60% കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പ്രവർത്തിക്കുന്നത് നമ്മുടെ ചാർജറിൽ നിന്നായിരിക്കും. അതുകൊണ്ട് തന്നെ മാക്സിമം ലൈഫ് സ്പാൻ മാക്സിമം ലാസ്റ്റ് ചെയ്യും നമ്മുടെ ലാപ്ടോപ്പിൻ്റെ ബാറ്ററി. അതുപോലെ തന്നെ ഫാൻ സ്പീഡ് കൂട്ടാനും കുറയ്ക്കാനുള്ള കളർ ഗ്രേഡിയൻറ്റും അഡ്ജസ്റ്റ് ചെയ്യാനുള്ളത്, അങ്ങനെ എല്ലാ സംഭവങ്ങളും ഇതിനകത്തുണ്ട്. ഇനി നമുക്ക് അടുത്തൊരു ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ പ്രീമിയർ പ്രോ എത്ര ടൈമും കൊണ്ട് ഈ ലാപ്പിൽ ഓൺ ആകുന്നുണ്ടോ എന്നുള്ള ഒരു ടെസ്റ്റാണ് നമ്മൾ അടുത്തതായിട്ട് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. അപ്പം ഒരു മിനിറ്റ് ടൈമർ സെറ്റ് ആയിക്കോട്ടെ. ഒരു 2 സെക്കൻഡ് അധികം എടുത്തിട്ടുണ്ട് ഞെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് അതൊന്ന് നോക്കാം. ഏറ്റവും കൂടുതൽ സ്റ്റുഡിയോ വർക്സിന് യൂസ് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ആയതുകൊണ്ടാണ് പ്രീമിയർ പ്രോ തന്നെ നമ്മൾ ഒന്ന് പരീക്ഷിക്കാൻ വേണ്ടി നോക്കുന്നത്. അപ്പം 27 ആണ് ഇതിൻ്റെ അകത്ത് കാണിച്ചിരുന്ന ടൈം. 27 എന്ന് പറയുമ്പോൾ 2 സെക്കൻഡ് കൂടെ കുറയ്ക്കണം. അപ്പം 25 സെക്കൻഡിൽ നമുക്ക് പ്രീമിയർ പ്രോ ഓൺ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രീമിയർ പ്രോയുടെ റെൻഡറിങ് സ്പീഡിൻ്റെ ടെസ്റ്റും കാര്യങ്ങളും എല്ലാം നമുക്ക് വരും വീഡിയോയിൽ നമുക്ക് പരിചയപ്പെടുത്താം. അപ്പം ഇന്നത്തെ ഒരു വീഡിയോ ഈ ഒരു ലാപ്ടോപ്പുമായി ബന്ധപ്പെട്ട് ഇത്രയൊക്കെ കാര്യങ്ങൾ പറയാനായിരുന്നു. ഇനിയിപ്പോൾ ഇതിൻ്റെ ഞാനിപ്പോൾ പറഞ്ഞേക്കുന്ന ഫുൾ അഡ്വാൻറ്റേജ് ആണ് ഈ ലാപ്പിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് മുഴുവൻ. കാരണം നമുക്ക് ഈസി കോമ്പാറ്റബിൾ ആയിട്ടുള്ള ഒരു ലാപ്ടോപ്പ് തന്നെയാണിത്. വിവോബുക്ക് ലാപ്ടോപ്പ് 14 സീരീസും 15 സീരീസും എല്ലാവരും കണ്ടിട്ടുണ്ടാകും. നല്ല സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു ലാപ്ടോപ്പ് തന്നെയായിരുന്നു. എൻ്റെ ഒരു ഫ്രണ്ടിന് ഉണ്ട് 14 സീരീസും ഉണ്ട് 15 സീരീസും ഉണ്ട്. അതുമായിട്ട് കമ്പാരിസൺ വീഡിയോസ് എല്ലാം നമുക്ക് വരും വീഡിയോയിൽ നമുക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ ആ ഒരു ലാപ്പുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ചെറിയ വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ. ഇതിന് കുറച്ച് തടി കൂടി കുറച്ച് ലെങ്ത്തും കൂടിയിട്ടുണ്ടെന്നുള്ള ഒരു 2 വ്യത്യാസം എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെയ്റ്റിൻ്റെ കാര്യത്തിലും അത് ലൈറ്റാണ്, ഇത് കുറച്ചുകൂടി വെയിറ്റ് അധികമാണ്. പക്ഷേ ഇത് പിടിക്കുന്ന സമയത്ത് നമുക്ക് ആ ഒരു വെയിറ്റ് ഡിഫറൻസ് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിലും ഒരുപാട് അങ്ങോട്ട് ഉണ്ടെന്ന് നമുക്ക് തോന്നുന്നില്ല. കാരണം ഈ ലാപ്ടോപ്പിന് അത്രയും തോന്നുന്നില്ല എനിക്ക്. പിന്നെ ഫിംഗർ പ്രിൻറ്റ് സ്കാനറും കാര്യങ്ങളും എല്ലാം ഈ ഒരു ലാപ്ടോപ്പിൽ ഇൻബിൽഡായിട്ട് വരുന്നുണ്ട്. വെബ് ക്യാം വരുന്നുണ്ട്, 720p ആണ്. പക്ഷേ അത് സത്യം പറയണമല്ലോ ഒട്ടും കൊള്ളത്തില്ല. നമുക്ക് ജസ്റ്റ് ഒരു വീഡിയോ കോൾ ചെയ്യാം എന്നതിലുപരി കുറച്ചുകൂടി ഒരു ക്വാളിറ്റി പ്രതീക്ഷിക്കുന്നുണ്ടായിരുന്നു ഞാൻ ഈ ഒരു വെബ് ക്യാമിൽ. ബട്ട് അത്രയും എക്സ്പെക്റ്റേഷൻ അത്രയും പോയിട്ടില്ല. ബാക്കി ഇനിയിപ്പോൾ നമുക്ക് പറയാനുള്ളത് ഇതിൻ്റെ പോർട്ട്സും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇതിൽ വരുന്ന പോർട്ട് എന്ന് പറഞ്ഞാൽ ഒന്ന് ചാർജിങ് പോർട്ട്, പിന്നെ എത്തർനെറ്റ് കേബിൾ പോർട്ട്, HDMI, പിന്നെ ഒരു USB 3.0 പോർട്ടാണിത്. പിന്നെ USB Type-C പോർട്ടുണ്ട്. ഇത് 3.4 ആണെന്ന് തോന്നുന്നു. ജസ്റ്റ് ഞാനത് ക്ലിയർ ആയിട്ടില്ല, ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അത് അപ്ഡേറ്റ് ചെയ്തേക്കാം.
പിന്നെ ഒരു ഇയർഫോൺ 3.5mm ജാക്ക് വരുന്നുണ്ട്, പിന്നെ 2 2.0 പോർട്ട് വരുന്നുണ്ട്, ഇവിടെ USB 2.0 പോർട്ട്, പിന്നെ വരുന്ന ഒരു SD കാർഡ് സ്ലോട്ടാണ്, പിന്നെ ലോക്ക് പലർക്കും അറിയില്ല. ലോക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ലാപ്ടോപ്പ് അടച്ചു വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ലോക്ക് ചെയ്യാനൊരു കീ കിട്ടും. അത് നമ്മൾ ഓൺലൈൻ പർച്ചേസ് ചെയ്യുമ്പോഴും കടയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോഴും അവർ തരാറില്ല. നമ്മൾ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ തരുമെന്ന് തോന്നുന്നു. അതിനെപ്പറ്റി എനിക്ക് ക്ലിയർ ആയിട്ട് അറിയില്ല. പക്ഷേ ആ സംഭവം കീ ഉപയോഗിച്ച് ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈ ലാപ്ടോപ്പ് ഇവിടെ അടച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പൊക്കാൻ വേണ്ടി സാധിക്കില്ല. ആ കീ ഇട്ട് ഓപ്പൺ ആക്കണം, എന്നാൽ മാത്രമേ അത് തുറക്കാൻ വേണ്ടി സാധിക്കൂ. അതിന് വേണ്ടിയിട്ടാണ് കീ ഉപയോഗിക്കുന്നത്. ഇനി പ്രധാനപ്പെട്ട 2 ഡിസഡ്വാൻറ്റേജസ് ആണ് ഈ ഒരു ലാപ്പിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. അപ്പം ഒന്നാമത്തെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ലാപ്പിൻ്റെ എയർ വെൻസ് തന്നെയാണ്. എയർ വെൻസ് ഇവിടുന്ന് ഇങ്ങനെയാണ് ഇരിക്കുന്നത്, ഇങ്ങനെ. അതുകൊണ്ട് തന്നെ എയർ വെൻസ് കറക്റ്റായിട്ട് സ്ക്രീനിൻ്റെ ഡിസ്പ്ലേയിലേക്കാണ് അടിക്കുന്നത്. എനിക്കിതുകൊണ്ട് വലിയൊരു ബുദ്ധിമുട്ട് വന്നിട്ടില്ലെങ്കിലും പ്രീമിയർ പ്രോ ഉപയോഗിക്കുന്ന സമയത്ത് റെൻഡറിങ് ടൈമിന് അല്ലെങ്കിൽ എക്സ്പോർട്ട് ചെയ്യുന്ന ആ ഒരു ടൈമിന് ഇത് വളരെ സ്പീഡിൽ ഈ ഫാൻ സ്പീഡിൽ കറങ്ങുന്നതാണ്. അന്നേരം ഈ ഹോട്ട് എയർ കറക്റ്റായിട്ട് ഡിസ്പ്ലേയിലേക്ക് ഇങ്ങനെ അടിക്കുന്ന ഒരു സാഹചര്യത്തിലുള്ള പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ LCD പാനലൊക്കെ വരുന്ന ഈ ഒരു ഭാഗത്തായിട്ടാണ്. അതുകൊണ്ട് ഹോട്ട് എയർ ഒരുപാട് അടിച്ചു കഴിയുമ്പോഴത്തേനും നമുക്കത് ഡിസ്പ്ലേ ഡാമേജ് ആകാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ ഇതുവരെ ആരും ഇറങ്ങിയിട്ട് ഒരു 3-4 മാസമേ ആയിട്ടുള്ളില്ല. അപ്പം 3-4 മാസത്തിന് മേലെയായി. അപ്പം ആ ഒരു കാലയളവിൽ ആരും തന്നെ ഇതുവരെ അതൊരു പ്രോബ്ലമായിട്ട് ഉപയോഗിക്കുന്ന ആരും പറഞ്ഞിട്ടില്ല. പക്ഷെ നമുക്ക് കാണുമ്പോൾ ഇങ്ങനൊരു പ്രശ്നമുള്ളത് നമ്മൾ പറയണമല്ലോ വീഡിയോയിൽ, അതുകൊണ്ട് പറഞ്ഞതാണ്. ഇപ്പം ഞാൻ റെൻഡർ ചെയ്യുന്ന സമയത്തൊക്കെയാണ് മെയിൻലി ആ ഫാന് അധികം സ്പീഡിൽ കറങ്ങാറുള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു ലെവലിൽ ഇത്രയും ഡിസ്പ്ലേ ചെരിച്ച് വെച്ചിട്ട് ആണ് റെൻഡർ ചെയ്യാറ്. അപ്പോൾ റെൻഡർ ചെയ്യുന്ന സമയത്ത് ഒരുപാട് സ്ക്രീനിലേക്ക് അഫക്റ്റ് ചെയ്യുന്നില്ല. ആ ടൈമിൽ ഞാൻ ഫാൻ ഇടാറുണ്ട്. അപ്പോൾ ഫാൻ ഇടുന്ന സമയത്ത് ഹോട്ട് എയർസ് റിമൂവ് ആയിക്കോളും. ഇനിയിപ്പം മെയിൻലി പറയാനുള്ള വേറൊരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ചാർജിങ് സ്പീഡ് വളരെ സ്പീഡിൽ കയറുന്നുണ്ട്. ഒരു പ്രശ്നവും ഇല്ല. ആ ചാർജിങ് സ്പീഡിൻ്റെ ഒരു കാര്യത്തിൽ വളരെ ഫാസ്റ്റാണ്. നമുക്ക് ഒരു 1 hour തന്നെ 1 hour എടുക്കുന്നില്ല, 50 minutes ആണെന്ന് തോന്നുന്നു ഇതിൻ്റെ ഫുൾ ചാർജ് ആകാൻ വേണ്ടി എടുക്കുന്നത്. എനിക്ക് പേഴ്സണലി എനിക്ക് തോന്നിയതാണ് 0 to 100 ആയിരിക്കില്ല ഞാൻ നോക്കിയത്. ജസ്റ്റ് ഒരു 20%, 30% അല്ലെങ്കിൽ 10% വെച്ച് ഞാൻ നോക്കിയിട്ടുണ്ട്. ഒരു 50 minutes ഒക്കെയാണ് എടുക്കാറുള്ളത് ചാർജിങ് സ്പീഡ്. 50 to 1 hour ഒക്കെ എടുക്കാം. ഓക്കെ, അപ്പം ചാർജിങ്ങിൻ്റെ അല്ല, ബാറ്ററിയാണ് പ്രശ്നം. ബാറ്ററി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ വീക്കാണ്. നമ്മൾ ഗെയിം കളിക്കുകയാണെങ്കിൽ 2 hours മാക്സിമം ആണ് 2 hours. 1.5 വേരിയേഷൻ വരാം, ഓരോ ഗെയിമിൻ്റെ അടിസ്ഥാനത്തിൽ വേരിയേഷൻ വരാം ഗ്രാഫിക്സ് ഉപയോഗിക്കുന്നതിനനുസരിച്ച്. അപ്പം 1.5 പോട്ടെ, നമ്മളൊരു 1.20 അത്ര ഉദ്ദേശിച്ചാൽ മതി. അതിൽ കൂടുതൽ ഗെയിമിങ്ങിന് ലഭിക്കത്തില്ല. പിന്നെ ജസ്റ്റ് ഇമെയിൽ സർഫ് ചെയ്യാനും പിന്നെ ബ്രൗസർ യൂസ് ചെയ്യുകയൊക്കെ ആണെങ്കിൽ ചെറുതായിട്ടൊക്കെയുള്ള നെറ്റ് യൂസേജും അതുപോലെ തന്നെ മൂവി കാണുകയൊക്കെയാണ് ആ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ വളരെ ഡിഫറൻസ് ഉണ്ട്. ഒരു 4 hours ഒക്കെ നമുക്ക് ബാറ്ററി ബാക്കപ്പ് ഈ ഒരു ലാപ്പിന് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ ഈ ഒരു വീഡിയോ. ഈ ലാപ്പിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് കൂടുതൽ വീഡിയോസ് വരുമ്പോൾ നമ്മൾ ഐ ബട്ടണിലെല്ലാം കൊടുത്തേക്കാം. ഇതിൻ്റെ ഈ വീഡിയോയുടെ തന്നെ ഐ ബട്ടണിൽ പുതിയ വീഡിയോ അപ്ഡേറ്റ് ആകുമ്പോൾ ഞാൻ കൊടുത്തേക്കാം. അതുപോലെ തന്നെ നമ്മുടെ ചാനലൊക്കെ ഡിസ്ക്രിപ്ഷനിൽ അവൈലബിൾ ആണ്. അപ്പം ചാനലൊക്കെ പോയി ചെക്ക് ചെയ്യുക. ആ ചെക്ക് ചെയ്യുന്ന സമയത്ത് പുതിയ വീഡിയോസ് ഉണ്ടെങ്കിൽ ഞാൻ പ്ലേലിസ്റ്റ് ആയിട്ട് ലാപ്ടോപ്പിൻ്റെ കൊടുത്തിരിക്കും. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ ഈ വീഡിയോ. പോകുന്നതിന് മുമ്പായിട്ട് ഒരു കാര്യം കൂടി പറയണം. ഈ ലാപ്ടോപ്പ് എനിക്ക് സജസ്റ്റ് ചെയ്തത് അർജുൻ എന്ന് പറഞ്ഞ എൻ്റെ ഒരു ഫ്രണ്ടാണ്. അപ്പം അവനോട് ഒത്തിരി താങ്ക്സ് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഒത്തിരി നോക്കിയിട്ട് ഒരുപാട് പേരോട് അഭിപ്രായം ചോദിച്ചിട്ട് എടുത്തൊരു ലാപ്പ് തന്നെയാണിത്. അപ്പം അവനാണ് മെയിൻലി എനിക്ക് സഹായിച്ചത്. ഈ ലാപ്പ് നല്ലതാണെന്നും അതിൻ്റെ കാര്യങ്ങളൊക്കെ എനിക്ക് പറഞ്ഞുതരാൻ വേണ്ടി സഹായിച്ചത്. അപ്പം അവൻ്റെ ചേട്ടനും മഞ്ജിത്ത് എന്നാണ് പേര്. അപ്പോൾ പുള്ളിക്കൊരു ചാനലുണ്ട്. അപ്പോൾ ആ ചാനലിൻ്റെ പേര് ഗാഡ്ജറ്റ്സ് ഗുരു എന്നാണ്. അപ്പം അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളും അതിൻ്റെ ആ ചാനൽ ലിങ്കും കാര്യങ്ങളെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഒന്ന് ചെക്ക് ചെയ്യുക ഗൈസ്. ചെക്ക് ചെയ്തിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസ് തുടർന്നും കാണാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് എൻ്റെ വീഡിയോസ് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ അതുപോലെ തന്നെ ടെക് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു വീഡിയോ ആയിട്ട് വരാം. അതുവരെ ദിസ് ഇസ് ഫ്രം ടെക് ബൈ ആർജെ സൈനിങ് ഔട്ട്.